ഇന്ന് നമുക്കൊരു നാടൻ തിരണ്ട് മീൻ കറി ആയാലോ. ഈ മീനിൻ്റെ ഉപ്പ് പോകുന്നതിന് വേണ്ടി നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് തിളപ്പിച്ചൂറ്റിയാൽ മതി. ഇതിപ്പം തിളപ്പിച്ചൂറ്റിയതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നീട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് താളിച്ചത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവയൊന്ന് വഴന്നു വന്നതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. പിന്നീട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൂടി മീൻ വെന്ത് കിട്ടും. അപ്പോൾ മീൻ ഇതേ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ നമ്മുടെ തിരണ്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.